ഹലോ, ഇതാ ആപ്പിൾ മുഴുവനും താഴെ പൊഴിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ ഇത് ജർമ്മനിയിൽ ഒരു സ്ഥലമുണ്ട്. അവിടെ വയസ്സായ ആൾക്കാരും ചെറുപ്പക്കാരും ഒക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ഭൂമിയാണ് കേട്ടോ ഇത്. ഗവൺമെൻറ് ഇവർക്ക് ഇത്രയും ഇങ്ങനെ പതിച്ചു കൊടുത്തിട്ട് അവിടെ ചെറിയൊരു വീട് വെച്ചിട്ട് അവർ കൃഷി നടത്തുകയാണ്. അവിടെ ആപ്പിളുണ്ട്, ഓറഞ്ച് ഉണ്ട്, മുന്തിരി ഉണ്ട്, പച്ചക്കറികൾ, വെജിറ്റബിൾസ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം, സ്ട്രോബെറി, അവർക്ക് ഇഷ്ടമുള്ള സാധനം അവിടെ നട്ടി വളർത്താം അവർക്ക്. അപ്പോൾ അത് ഗവൺമെൻറ് കൊടുത്തേക്കണേണ്. അപ്പോൾ അത് ഓരോ ചെറിയ ചെറിയ പ്ലോട്ടായിട്ട് അവർക്ക് കൊടുത്തിട്ട് അവർ ചെറിയ വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ അവർ വന്ന് കൃഷിയൊക്കെ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലുള്ള പച്ചക്കറികളൊക്കെ അവർ പറിച്ചുകൊണ്ട് പോകും. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് അവർ വീട്ടിലേക്ക് പോകും. വൈകിട്ടാകുമ്പോഴേക്കും അവിടെ ഉറങ്ങണ ആൾക്കാരില്ല ആരും. എന്നുവെച്ചാൽ വളരെ ചെറിയൊരു വീടാണത്. പിന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ വീഡിയോ ഒക്കെ കുട്ടികളൊക്കെ കൊണ്ട് ഇതുപോലെ ഇത് കാണാൻ വരും. കാരണം നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാ ഫ്രൂട്ട്സും അവിടെ ഇങ്ങനെ ഉണ്ടായിട്ട് അത് അവർ പറിച്ച് അവർക്ക് ആവശ്യത്തിനല്ലേ പറിക്കാൻ പറ്റുള്ളൂ. ബാക്കി മുഴുവൻ ഇങ്ങനെ വീണ് കൊഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് അറിയണതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നു പോയാൽ മതി. അപ്പോൾ ഞാനും പൊന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രൂട്ടിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾ ഇതേപോലെ അവരുടെ അടുത്ത് നിന്ന് വീഡിയോയും പിടിക്കും. നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് പച്ച നല്ല ഫ്രഷായിട്ടുള്ള ആപ്പിളാണ്. ഇതുപോലെ ഞങ്ങൾ ആപ്പിളും മുന്തിരിയൊക്കെ പറിക്കുന്ന വീഡിയോ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. നമുക്ക് ഇന്ത്യയിൽ നിന്ന് വന്നേക്കുന്ന ആൾക്കാരാണ്. നമ്മൾ നാട്ടിൽ മാങ്ങ പറിക്കണ പോലെയാണ് അവിടെ ഈ ആപ്പിൾ പറിക്കണത്. നാട്ടിലെ വലിയ വലിയ മരങ്ങളിൽ നിന്ന് ഒരുപാടുണ്ടെങ്കിൽ അത് പൊഴിഞ്ഞു പോകില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ആപ്പിളുകൾ പൊഴിഞ്ഞു വീഴുന്നത്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളതാ ആപ്പിൾ. ഞാനൊരു സഞ്ചി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സഞ്ചി നിറച്ച് ആപ്പിൾ പറിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകും. ഞങ്ങൾ എന്നിട്ടത് അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുക. അവർക്ക് കുറച്ച് പേരൊന്നും വാങ്ങിക്കില്ല. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ ആപ്പിളാണ് അവിടെ ഉള്ളത്. പിന്നെ ആപ്പിളിനാണെങ്കിൽ വലിയ വിലയില്ല. €1 €2 ഒക്കെ കൊടുത്ത് 2 കിലോ 3 കിലോ ആപ്പിളൊക്കെയാണ് കിട്ടുന്നത്. അവിടെ ഉണ്ടാവുന്ന സ്ഥലമായതുകൊണ്ട് അതിന് വിലയില്ല. അതുകൊണ്ടാണ്. നമുക്ക് ഈ ആപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതല്ലേ. നമ്മൾ നാട്ടിലേക്ക് കുത്തിവെച്ച 20 കൊല്ലം വച്ചാലും ചീത്തയായി പോകാത്ത രീതിയിൽ പെപ്റ്റിസൈഡ് അടിച്ച ആപ്പിൾ തിന്ന ആൾക്കാരാണ്. എന്തൊരു ചൊവ്വയാണ് ആപ്പിളിന്. നമുക്ക് ആപ്പിൾ ഞാൻ കഴിക്കാറേ ഇല്ല ഇന്ത്യയിലാവണ സമയത്ത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വിഷം അടിച്ചുകൊണ്ട് അതിൽ കുത്തി വെച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കണത് കൊണ്ട് നമ്മളങ്ങനെ വളരെ റെയറാണ് വാങ്ങൽ. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ ആപ്പിൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കഴിക്കും. നല്ല പച്ച, നല്ല ക്രഞ്ചിയാണത്, നല്ല ജ്യൂസിയാണത്, നല്ല ടേസ്റ്റാണത്. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ളത് ഞാൻ പിടിച്ചു. അപ്പോൾ മോന് ഇതുവരെ അവൻ മരത്തെ കയറിയിട്ടില്ല. കുട്ടിയല്ലേ, അവൻ മരത്തേലൊന്നും ഇതേവരെ കയറിയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് അമ്മമ്മ എനിക്ക് മരത്തേക്ക് കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നാൽ ശരി വാ മോനെ, ഞാൻ കയറ്റിത്തരാമെന്ന് പറഞ്ഞു. അവനെ മുകളിൽ കയറ്റി കേട്ടോ. അപ്പോൾ ഞാൻ അവൻ മുകളിൽ കയറണം പറഞ്ഞിട്ട് അവനെ മുകളിൽ കയറ്റാമെന്ന് പറഞ്ഞു. അവനും ആപ്പിൾ പറിക്കണം എന്ന് പറഞ്ഞു. താഴെയുള്ള ആപ്പിൾ അവൻ 1 2 3 4 പറിച്ചു. പക്ഷെ അവന് മുകളിൽ ഒരുപാട് നിൽക്കുന്നുണ്ട്. എനിക്കും കയ്യെത്തുന്നില്ല കേട്ടോ. താഴെയുണ്ട് ഒരുപാട്, അതൊക്കെ നമ്മൾ പറിച്ചു കേട്ടോ, ഒത്തിരി പറിച്ചു. പിന്നെ എന്താ, ഈ ഒരു ചെറിയ സഞ്ചിയല്ലേ, ഇതിൽ നിറച്ചല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതന്നെ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി മോനെ, എന്നാൽ ഞാൻ മോനെ മുകളിൽ കയറ്റാമെന്ന് പറഞ്ഞു. അവനെ ഞാൻ എടുത്ത് മുകളിൽ കയറ്റി. അവൻ്റെ ആഗ്രഹം സാധിച്ചു കേട്ടോ. അവൻ്റെ ആപ്പിൾ പറിച്ചു. ആപ്പിൾ പറിച്ച് എനിക്ക് തന്നു. ഞാൻ ആ സഞ്ചി കാണിച്ചു കൊടുത്തു. അവൻ ആപ്പിൾ പറിച്ച് സഞ്ചിയിലേക്ക് ഇട്ടു. ഇപ്പോൾ ഈ വീഡിയോ പിടിക്കലും സഞ്ചി കാണിക്കലും പിന്നെ കുട്ടി പറിക്കലും എല്ലാം കൂടെ എനിക്ക് പിടിക്കാൻ പറ്റില്ല. സ്റ്റാൻഡൊന്നും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാൻഡ് എനിക്കുണ്ട്, പക്ഷെ ഞാൻ കൊണ്ടുപോയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക്, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളുടെ ചാനലിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കൂടണില്ല, ആൾക്കാർ കാണുന്നുമില്ല, ഒന്നുമില്ല. നമ്മളുടെ ഒരാഗ്രഹം കൊണ്ട് നമ്മളിങ്ങനെ ഇടുന്നു, ആൾക്കാർ കാണുന്നുമില്ല. 500 600 200 300 ആൾക്കാർ കാണും. വല്ല 1 2 വീഡിയോ അങ്ങനെ ഒരു വന്നാലായി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമുക്ക്. നമ്മളെത്ര കഷ്ടപ്പെട്ട് നമ്മൾ സ്വയം വീഡിയോ പിടിച്ച് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത് ഇടുന്ന വീഡിയോ ആണ് അതാ. അപ്പോൾ വീഡിയോ നമ്മൾ പറിച്ചു കഴിഞ്ഞതാ വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ സോഫയിലേക്കൊരു പായിട്ടിട്ട് അതിലേക്ക് ഇട്ട ആപ്പിളാണത്. എന്ത് ഫ്രഷ് ആപ്പിളാണെന്ന് നോക്കൂ. ഇത്രയും ഫ്രഷായിട്ടുള്ള ആപ്പിൾ. അപ്പോൾ പോരുന്ന വഴി കുറച്ച് മുന്തിരിയും കൂടി കണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഞാൻ പറിച്ചായിരുന്നേ. അതിൻ്റെ വീഡിയോ പിടിച്ചിട്ടിട്ടില്ല. അപ്പോൾ മുന്തിരി ഒന്ന് വാടി തുടങ്ങി. അപ്പോൾ നല്ല ഫ്രഷ്, അടിപൊളി, ഇത്രയും ഫ്രഷായിട്ടുള്ള ആപ്പിൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ചിന്നുമോനെ ആപ്പിൾ ചോദിക്കേണ്ട, അപ്പ് പറഞ്ഞ ആപ്പിളാണ് ചോദിക്കുന്നത്. അവന് ഒരു കഷ്ണം കടിച്ച് തന്നെ കൊടുത്തു. അടുത്ത ഒരു കടിക്ക് ഞാനും കൊടുത്തു. അടുത്ത ഒരു കടി പൊന്നൂനും കൊടുത്തു. അപ്പോൾ
അടിപൊളി ടേസ്റ്റാണ്, നല്ല ഫ്രഷാണ്, ജ്യൂസിയാണ്. അപ്പോൾ ഞാനത് അതാ കാണിച്ചു തരുവാണ്. ഒത്തിരി ആപ്പിളുണ്ട്, ഞങ്ങളിങ്ങനെ പോയി പറിക്കാറുണ്ട്. ഇതാ നാട്ടിലാക്കുമ്പോൾ വല്ലപ്പോഴും വാങ്ങണ ആപ്പിൾ അറ്റം വരെ കടിച്ച് ചെയ്യുന്നതാ. ഇത് ഇത്രയും ആകുമ്പോഴേക്കും നമ്മൾ കളയും. എന്താ നമ്മുടെ വീട്ടിൽ കുറേ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നും കൂടി പറയാണ്, കമൻറ്റ്, ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെയാണ് ഇടുന്നത്. സാധാരണ 3 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇടാറ്. ഇന്ന് ഞാൻ എന്ത് ചെയ്തു, വേണ്ട ഒരു ലെങ്ത് വീഡിയോ ഇരിക്കട്ടെ വല്ലപ്പോഴും എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ തന്നെ കാണാം. ബൈ.